ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ രുചികരമായും അതേപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 2 മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് തേങ്ങ അരച്ചിട്ടും തേങ്ങ അരക്കാതെയുള്ള മീൻ കറിയാണ്. അപ്പോൾ ഈ ഒറ്റ വീഡിയോയിൽ ഞാൻ 2 വീഡിയോ കൂടി ആഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചിട്ടുള്ള മീൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ എന്ന് പറയുന്നത് മലമ്പുഴ സിൽവർ കട്ട്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ മീൻ ഇങ്ങനെയാണ് പറയല്, നിങ്ങളുടെ അവിടെ എന്താ പറയാമെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഈ മീൻ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ടും നമുക്ക് ഈ സെയിം മീൻ കറി വെക്കാം കേട്ടോ. ഇന്ന മീൻ തന്നെ പാടുള്ളൂന്നില്ല, നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു കറി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മൺചട്ടിയിലാണ് കറി വെക്കുന്നത്. അപ്പോൾ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായ ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഏകദേശം 4-5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഓയിൽ എടുക്കാൻ പാടില്ല എന്നല്ല, എന്നാലും ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഉലുവയാണ് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവ മതിയാവട്ടെ. ഉലുവ കൂടിക്കഴിഞ്ഞാൽ കറി ഒരു കയ്പ്പ് രസം വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതിലേക്ക് ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 5-6 ചെറിയുള്ളി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറി എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ താളിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. സാധാരണ നമ്മൾ കറി വെക്കുമ്പോൾ കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണല്ലോ താളിക്കുക. ഇത് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ആദ്യം തന്നെ കറി താളിക്കണം. ഇനി ഈ ഉള്ളിയുടെ കളറെല്ലാം ഒന്ന് നല്ലോണം ചേഞ്ചായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് ഉള്ളി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓരോ ഐറ്റംസ് കട്ട് ചെയ്ത് വെച്ച് ഓരോ ഐറ്റംസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലൊരു 8-9 ചെറിയ ഉള്ളി കാണും കേട്ടോ. ഒരു അത്യാവശ്യം വലിപ്പമുള്ള ചെറിയ ഉള്ളി 8-9 കാണും. ചെറുതാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കറി താളിച്ചിട്ട് ഇനി ഇതിലേക്ക് ഓരോ ഐറ്റംസ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത ഉള്ളി ഒന്ന് വാടി വരണം. ഉള്ളി ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വാട്ടിയെടുക്കണം കേട്ടോ. ഈ ഒരു സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ. പച്ചമുളകിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ കൂടി നല്ലൊരു മണം വരും. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മറ്റേ കറിവേപ്പിലല്ലേ അത് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. ഇനിയിപ്പം ഇതെല്ലാം നല്ലോണം സോഫ്റ്റായി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നവരെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഈ മുളക് പൊടിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും, പിന്നെ ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയുടെ പച്ചമണം പോയ ശേഷം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക കേട്ടോ. ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തക്കാളി നല്ലോണം വെന്ത് ഒന്ന് ഉടഞ്ഞു വരണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഒരു നിർബന്ധമില്ല. ഇത് ചേർത്തിട്ടില്ലെങ്കിലും കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങേൻ്റെ ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിൽ ഞാൻ 1 തേങ്ങയും കുറച്ച് വെള്ളം അതേപോലെ തന്നെ പുളി, 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ പുളി സെപ്പറേറ്റ് പിഴേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. തക്കാളിയെല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞു വന്നാൽ നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പണി ഒന്നുകൂടി എളുപ്പമായി കിട്ടും കേട്ടോ. കുതിരാനിടേണ്ടതോ അല്ലെങ്കിൽ പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങൻ്റെ കൂടെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം എത്രത്തോളം വെള്ളം വേണോ, കറി എത്ര വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഓവർ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ.
കുറച്ച് കറി ഒന്ന് ലൂസ് ആവണ വരെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പം മിക്സിൻ്റെ ജാറിൽ തന്നെ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. കറി നല്ലോണം ഒന്ന് തിളച്ച് വരണം. കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് കറി നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്യണം. തിളച്ചിന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ പാടില്ല. കറി ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് കുക്കായി വരണം കേട്ടോ. ഇനിയിപ്പം കറി ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. കറി നല്ലോണം തിളച്ച് വന്നാൽ മാത്രം മീൻ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയും കൂടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ കറിയൊന്ന് മൂടി വെക്കുക. മീനൊന്ന് കുക്കായി വരണം. മീൻ ചേർത്തിയ ശേഷം പിന്നെ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ചട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. മീൻ ചേർത്തിയ ശേഷം മീൻ കറിയിൽ കയ്യിലിട്ട് ഇളക്കാൻ പാടില്ല. അതൊന്നും ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ. മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കറി താളിച്ചുകൊണ്ട് വീണ്ടും കറി താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് മീൻ ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇനി നമ്മൾ കാണിക്കുന്നത് തേങ്ങ അരക്കാതുള്ള മീൻ മുളക് കറിയാണ്. ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് പുഴമീനാണ് കേട്ടോ. ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും തേങ്ങ അരക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തേങ്ങ അരക്കാതെ വെക്കണ കറിയാണ് കേട്ടോ. തേങ്ങ അരക്കാതെ തന്നെ 2-3 ടൈപ്പിൽ വെക്കും കേട്ടോ മീൻ കറി. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടൈപ്പാണ് ഇന്ന് കാണിക്കുന്നത്. ഇതാ മീനൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനത്തെ പീസാക്കിയിട്ട് വേണം മീൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് മുളക് പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ആദ്യം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി പൊടിയൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയി വരണം. ഇനി ഇവിടെ തന്നെ ഒരു മൺപാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അടുപ്പിലേക്ക് എടുത്ത് വെച്ചാൽ മതി. പച്ചമുളകും കൂടിയും കട്ട് ചെയ്ത് വെച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 4 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിൽ ഏകദേശം 10ഓളം ചെറിയുള്ളി ഉണ്ടാവും. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ തക്കാളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് ആയിട്ടുള്ള 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടി ചേർത്ത് കൊടുക്കുക. കൂടെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല മഞ്ഞൾപ്പൊടി. അപ്പോൾ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു കപ്പ് പുളിവെള്ളം ഉണ്ടാവും. പുളി പിഴിഞ്ഞിട്ട് അരിച്ചെടുത്ത വെള്ളമാണ്. അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കണം. നല്ലോണം ഇളക്കിയെടുത്ത ശേഷം ഇത് നമുക്ക് അടുപ്പിലേക്ക് കയറ്റി വെക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് തിളച്ച് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് കുക്കായിട്ട് തിളച്ച് വരണം. കറി ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പച്ചക്ക് ചേർത്തുകൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് കുക്കായി വരണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 5-8 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏത് മീൻ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പുഴമീനാണ്. മീൻ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മീനിൻ്റെ തല അടക്കം എടുത്തിട്ടുണ്ട്. ചിലവരത് എടുക്കില്ല. അങ്ങനെയാണെങ്കിൽ അത് എടുക്കണ്ട.
ഇനി മൂടി വെച്ച് മീനൊക്കെ ഒന്ന് കുക്കായി വരണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ ചേർത്തെടുത്ത ശേഷം കയ്യിൽ വെച്ച് ഇളക്കാൻ പാടില്ല. ചട്ടി ഒന്ന് പിടിച്ചിങ്ങനെ ഇളക്കാനേ പാടുള്ളൂ, കയ്യിൽ വെച്ചിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഇനി കറി ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരണം. ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. ഉലുവ ഒന്ന് പൊട്ടി വരണം. ഉലുവ ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പില്ലേ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മൂന്നും ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഉള്ളി ഒന്ന് നല്ലോണം വാടി വരണം കേട്ടോ. ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതൊന്ന് താളിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ മീൻ വെന്ത് വന്നിട്ടുണ്ടല്ലോ, ഇനി ഇതിലേക്ക് ഈ താളിപ്പൊന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ തേങ്ങ അരക്കാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്, അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഈ 2 തരം മീൻ കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മീൻ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മീൻ ചേർത്തിയ ശേഷം കറി ഓവറായിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. കയ്യിൽ വെച്ചിട്ട് ഓവർ ഇളക്കാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ താങ്ക് യു, ബൈ.